നമസ്കാരം. മീഡിയ വിഷൻ അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടി അങ്കത്തട്ട് 2025 സ്ഥാനാർത്ഥി പരിചയം. ഇന്ന് എനിക്കൊപ്പമുള്ളത് സൂപ്പി നരിക്കാട്ടേരി. ഇദ്ദേഹം തൂണേരി ബ്ലോക്കിലെ സ്ഥാനാർത്ഥിയാണ്. തൂണേരി പഞ്ചായത്ത് വർഷങ്ങളായി തൂണേരി ബ്ലോക്കിൽ ഇടതുപക്ഷ മുന്നണിയാണ് ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇത്തവണ വലിയ ഒരു മാറ്റമാണ് പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ UDF നേതൃത്വം വളരെ പ്രഗത്ഭരായ സ്ഥാനാർത്ഥികളെയാണ് ഇത്തവണ മത്സരത്തിന് അംഗത്തിലേക്ക് ഇറക്കിയിരിക്കുന്നത്. അതിൽ എടുത്തു പറയേണ്ട ഒരു വ്യക്തിത്വമാണ് സൂപ്പി നരിക്കാട്ടേരി. ഇദ്ദേഹം നാദാപുരം ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ് പദവിയും അതുപോലെ കുന്നുമ്മൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പദവിയും അലങ്കരിച്ചിരുന്ന ഒരു വ്യക്തിയാണ്. നാദാപുരം ഗ്രാമപഞ്ചായത്തിൽ ഒട്ടേറെ വികസന പ്രവർത്തനങ്ങൾ ഇദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ നടത്തിയിട്ടുണ്ട്. തീർച്ചയായും തൂണേരി ബ്ലോക്ക് ഇത്തവണ ഐക്യ ജനാധിപത്യ മുന്നണി കീഴടക്കുകയാണെങ്കിൽ പ്രസിഡന്റ് സ്ഥാനം അലങ്കരിക്കുവാൻ സാധ്യതയുള്ള ഒരു വ്യക്തിയാണ് സൂപ്പി നരിക്കാട്ടേരി. നമുക്ക് അദ്ദേഹത്തിന്റെ വിശേഷങ്ങളിലേക്ക് കടക്കാം. നമസ്കാരം സാർ. സാർ ഒരുപാട് വർഷങ്ങളായി ഈ ഒരു ജനപ്രതിനിധിയായിട്ട് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ്. എത്രാമത്തെ വയസ്സ് മുതലാണ് ഈ പ്രവർത്തന രംഗത്ത്? ഞാൻ 25ാമത്തെ വയസ്സ് മുതൽ ഞാൻ BDC ചെയർമാനാണ്. നോന ബ്ലോക്ക് പഞ്ചായത്തിന് മുമ്പത്തെ സർക്കാർ നോമിനേറ്റഡ് ബോഡിയാണത്. അതിനുശേഷം 30ാമത്തെ വയസ്സിൽ ഞാൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡൻ്റായി. അത് 5 വർഷം. അത് കഴിഞ്ഞ് 15 വർഷം നാദാപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡൻ്റായിരുന്നു. അതുമായി ബന്ധപ്പെട്ട പഞ്ചായത്ത് അസോസിയേഷൻ്റെയും ബ്ലോക്ക് പഞ്ചായത്ത് അസോസിയേഷൻ്റെയും സംസ്ഥാന ജനറൽ സെക്രട്ടറിയായി പ്രവർത്തിച്ചിട്ടുണ്ട്. കൂടാതെ ക്രൂസ് എന്ന ഒരു പൊതുമേഖലാ സ്ഥാപനത്തിൻ്റെ ചെയർമാനായിരുന്നു. സംസ്ഥാനത്ത് ഐക്യ ജനാധിപത്യ മുന്നണി സർക്കാരിൻ്റെ കാലത്ത് മുഖ്യമന്ത്രി ചെയർമാനായിട്ടുള്ള കേരള വികസന കൗൺസിൽ, അതുപോലെ ചീഫ് സെക്രട്ടറി ചെയർമാനായിട്ടുള്ള കമ്മിറ്റി, മന്ത്രിമാർ ചെയർമാൻമാരായിട്ടുള്ള കമ്മിറ്റികളിലൊക്കെ ഞാൻ അംഗമായി പ്രവർത്തിച്ചിട്ടുണ്ട്. അപ്പോൾ പൊതുപ്രവർത്തന രംഗത്ത് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാൻ കഴിഞ്ഞു എന്ന ആത്മവിശ്വാസമാണ് എനിക്കുണ്ടായിരുന്നത്. അക്കൂട്ടത്തിൽ സംസ്ഥാന സർക്കാരിൻ്റെ അവാർഡുകൾ 9 തവണ, രാഷ്ട്രപതിയിൽ നിന്നുൾപ്പെടെ 3 തവണ ദേശീയ അവാർഡും എനിക്ക് ലഭിച്ചിട്ടുണ്ട്. നാദാപുരം പോലെയുള്ള ഒരു പഞ്ചായത്ത് വികസനങ്ങളിലേക്ക് കൈപിടിച്ചെത്തിക്കുന്ന സമയത്ത് ഉണ്ടായ വെല്ലുവിളികൾ, അതുപോലെ എന്തെല്ലാം വികസന പ്രവർത്തനങ്ങളാണ് ഇവിടെ ആവിഷ്കരിച്ചിട്ടുള്ളത്? നാദാപുരം പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം വെല്ലുവിളി എന്ന് പറയുന്നൊരു സ്ഥിതിയൊന്നും ഒരിക്കലും ഉണ്ടായിട്ടില്ല. കാരണം ഇവിടെയുള്ള വികസന പ്രവർത്തനങ്ങളിൽ കക്ഷി രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ എല്ലാവരും സഹകരിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് അവിടെ LDF UDF വ്യത്യാസമേ ഉണ്ടായിട്ടില്ല. ഭരണസമിതി ഒറ്റക്കെട്ടായി നിന്ന് എല്ലാ പാർട്ടികളുടെയും സഹായത്തോടുകൂടി നടത്തിയിട്ടുള്ള പ്രവർത്തനം എന്ന് പറഞ്ഞാൽ എടുത്തു പറയാൻ കഴിയുന്നതിലും അപ്പുറമാണ്. പ്രധാനമായ 2-3 കാര്യങ്ങൾ ഞാൻ പറയാം. ഒന്ന്, നാദാപുരം കല്ലാച്ചി ടൗണുമായി ബന്ധപ്പെട്ട റോഡിൻ്റെ ടൗൺ വികസനമാണ്. അതേപോലെ വാട്ടർ അതോറിറ്റിയുടെ കൈവശമുണ്ടായിരുന്ന 2-3 റോഡുകൾ നമ്മൾ പഞ്ചായത്ത് ഏറ്റെടുത്ത് കുണ്ടും കുഴിയുമായിരുന്ന ആ റോഡുകളുടെ പരിഷ്കരണ പ്രവൃത്തി നടത്തി ഗതാഗത യോഗ്യമാക്കി. അതുപോലെ ഈ പഞ്ചായത്തിൽ 8 ഗ്രാമീണ റോഡുകൾ PWD കൊണ്ട് ഏറ്റെടുപ്പിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ പ്രധാനപ്പെട്ട നേട്ടങ്ങൾ എന്ന് പറയുന്നത് നമ്മൾ ഓഫീസ് കെട്ടിടം, പഞ്ചായത്ത് ഓഫീസിൻ്റെ കെട്ടിടം നിർമ്മിച്ചത് എൻ്റെ ഭരണസമിതി കാലത്താണ്. അതേപോലെ ഇൻഡോർ സ്റ്റേഡിയം 5 കോടിയോളം രൂപ ചെലവിലെന്നൊരു ഇൻഡോർ സ്റ്റേഡിയം സ്ഥലം എടുത്ത് അവിടെ ഒരു ഇൻഡോർ സ്റ്റേഡിയം നിർമ്മിച്ചു. ഒരു പഞ്ചായത്തിലും പഞ്ചായത്തിൻ്റേതായ ഒരു ഇൻഡോർ സ്റ്റേഡിയം ഇല്ല. അതേപോലെ പിന്നെ ഷോപ്പിംഗ് കോംപ്ലക്സ്, മാർക്കറ്റുകൾ, ഏതാണ്ട് 45ഓളം ബിൽഡിങ്ങുകൾ ആ കാലത്ത് ഉണ്ടാക്കി. സ്കൂളുകൾ, നാദാപുരം ഗവൺമെൻറ് UP സ്കൂൾ, കല്ലാച്ചി ഗവൺമെൻറ് സ്കൂൾ UP സ്കൂൾ, പിന്നെ കല്ലാച്ചിയിലെ ഷോപ്പിംഗ് കോംപ്ലക്സ്, നാദാപുരത്തെ ഷോപ്പിംഗ് കോംപ്ലക്സ്, മാർക്കറ്റ്, അങ്ങനെ അതുപോലെ നമ്മുടെ പരിധിയിൽ വരുന്ന, നമ്മുടെ ഗ്രാമപഞ്ചായത്തിൻ്റെ പരിധിക്കുള്ളിൽ വരുന്ന, അധികാര പരിധിയിൽ വരുന്ന എല്ലാ സ്ഥാപനങ്ങൾക്കും പുതിയ കെട്ടിടങ്ങൾ, ഹോമിയോ ആശുപത്രി ആകട്ടെ, യുനാനി തുടങ്ങിയ എല്ലാ സ്ഥാപനങ്ങൾക്കും നമ്മൾ പുതിയ കെട്ടിടങ്ങൾ നിർമ്മിച്ചിട്ടുണ്ട്. ഒരു ജനപ്രതിനിധി ആവുമ്പോൾ ഒരുപാട് ജീവിതത്തിൽ പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ അത്തരത്തിൽ എന്തെങ്കിലും ഒരു അനുഭവം? എനിക്ക് പോസിറ്റീവ് അനുഭവങ്ങളെ ഉണ്ടായിട്ടുള്ളൂ. നെഗറ്റീവ് വരുമ്പോൾ എന്നെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ഈ പഞ്ചായത്തിലെ എല്ലാ കക്ഷികളും മുമ്പോട്ട് വന്നിട്ടുണ്ട്. അത് പ്രത്യേകിച്ച് ഞാൻ എടുത്തു പറയുന്നു, പ്രത്യേകിച്ച് പ്രതിപക്ഷങ്ങൾ എന്നോടൊപ്പം ചേർന്ന് നിന്നിട്ടുണ്ട്. മേഡം പറഞ്ഞ സ്വാഭാവികമായും ഈ റോഡ് വികസനം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളിലാണ് പ്രശ്നങ്ങൾ ഉണ്ടാവുക. അപ്പം അങ്ങനെ വരുമ്പോൾ ക്രിമിനൽ കേസ്, സിവിൽ കേസ് ഇത്യാദി സംഭവങ്ങളൊക്കെ വരും. ആ സംഭവങ്ങളൊക്കെ വരുമ്പോൾ
നമ്മോടൊപ്പം നിൽക്കുന്ന ഒരു സമീപനമാണ് ഈ എപ്പോഴും എല്ലാ കക്ഷികളും സ്വീകരിച്ചത്. പ്രത്യേകമായിട്ടുള്ള ഒരു പെർമിഷനോട് കൂടിയാണ് മത്സരിക്കുന്നതെന്ന് അറിഞ്ഞു. അതൊന്ന് വിശദീകരിക്കാമോ? നാദാപുരം മേഖലയിലെ വികസന പ്രവർത്തന രംഗത്ത് കഴിഞ്ഞ നാളുകളത്രയും കഴിയാവുന്ന ഒരു പങ്ക് വഹിച്ച ഒരു വ്യക്തി എന്ന നിലയിൽ തൂണേര് ബ്ലോക്ക് പഞ്ചായത്ത് കഴിഞ്ഞ 30 വർഷമായി LDF ആണ് ഭരിക്കുന്നത്. ആ ഭരണം ഒഴിവാക്കി UDFൻ്റെ ഒരു ഭരണം നിലവിൽ വരണമെന്ന് പാർട്ടി നേതൃത്വത്തിൻ്റെ ആഗ്രഹത്തിൻ്റെ അടിസ്ഥാനത്തിൽ പഞ്ചായത്ത് കമ്മിറ്റി, നിയോജകമണ്ഡലം കമ്മിറ്റി, ജില്ലാ മുസ്ലിം ലീഗ് കമ്മിറ്റിയൊക്കെ ഐകകണ്ഠ്യേന എടുത്ത തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാന കമ്മിറ്റി സമ്മതം തന്ന പ്രകാരമാണ് മത്സരിക്കുന്നത്. ഇനിയിപ്പോൾ അധികാരത്തിൽ വരികയാണെങ്കിൽ കൊണ്ടുവരാൻ പോകുന്ന വികസന മാറ്റങ്ങൾ, പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണെന്ന്? ഇത് ഈ ബ്ലോക്ക് പഞ്ചായത്തിൽ പ്രധാനപ്പെട്ട 3 ആശുപത്രികളുണ്ട്. ഒന്ന് നാവൽ ഗവൺമെൻറ് ആശുപത്രിയാണ്, മറ്റൊന്ന് വളയം CHC ആണ്, വേറൊന്ന് കണ്ണീർപ്പന്തലിലെ ഓമിയോ താലൂക്ക് ആശുപത്രിയാണ്. ഏറ്റവും മുൻഗണന കൊടുക്കുക ഈ 3 ആശുപത്രികൾക്ക് തന്നെയാണ്. രണ്ടാമതായി ഇതൊരു കാർഷിക മേഖലയാണ്. ഈ 7 പഞ്ചായത്തുകളിൽ 4 മലയോര മേഖലയാണ്. അപ്പോൾ കാർഷിക മേഖലയ്ക്ക് ഊന്നൽ നൽകുന്ന അത്തരത്തിലുള്ള നൂതന പ്രൊജക്റ്റുകൾ നമ്മൾ നടപ്പാക്കും. അതുപോലെ ഇതൊരു ടൂറിസം മേഖലയാണ്. ടൂറിസ്റ്റുകൾക്ക് ഒരുപാട് സാധ്യതകളുള്ള ഒരു മേഖലയാണ്. അപ്പോൾ ടൂറിസത്തിന് പ്രാമുഖ്യം കൊടുക്കും. അതുപോലെ ഗ്രാമീണ റോഡുകൾ, അങ്ങനെ ഈ വികസന ബ്ലോക്കിനെ പറ്റിയുള്ള ഒരു കൺസെപ്റ്റ് തന്നെ ഇവിടെ തെറ്റിപ്പോയിട്ടുണ്ട്. ഇവിടെ നടക്കുന്നതെന്ന് പറഞ്ഞാൽ ഇവിടെ വരാൻ പോകുന്ന വികസനങ്ങളെ ബ്ലോക്ക് ചെയ്യുന്ന ഒരു ഏർപ്പാടാണ് ഈ ബ്ലോക്ക് പഞ്ചായത്ത് ചെയ്തത്. ഉദാഹരണത്തിന് ഈ കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ 32,44,00,000 രൂപയാണ് ബ്ലോക്ക് പഞ്ചായത്ത് ലാപ്സാക്കിയത്. 54% തുക ലാപ്സായി പോയിട്ടുണ്ട്. ഉള്ള നിലവിൽ കിട്ടിയ പൈസ പോലും, അതുപോലെ PMGSY, നബാർഡ് തുടങ്ങിയിട്ടുള്ള പല ഫണ്ടുകളും ബ്ലോക്കിലൂടെ വരും. അത് വാങ്ങിച്ചു കൊണ്ടുവന്ന് ചെലവഴിക്കാനോ കിട്ടിയ പണം തന്നെ 100% ചെലവഴിക്കാനോ കഴിയാത്ത ഒരു സ്ഥിതി ഈ ബ്ലോക്ക് പഞ്ചായത്തിനുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ വികസന മുരടിപ്പ് അവസാനിപ്പിച്ച് കലാ, സാംസ്കാരിക, സാഹിത്യ, കായിക രംഗങ്ങളിലുൾപ്പെടെ ഈ സർവ മേഖലകളിലെയും ഒരു വികസനം, അതിന് കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി എല്ലാവരെയും സഹകരിപ്പിച്ചുകൊണ്ടുള്ളൊരു കൂട്ടായ്മ. നേരത്തെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായപ്പോൾ ഒരു ക്യാപ്ഷനിൽ നമ്മൾ നടത്തിയൊരു സംഭവമുണ്ട്, കൂടായ്മയിൽ നിന്ന് കൂട്ടായ്മയിലേക്ക്. അന്നുകൊണ്ട് ഇവിടെ കൂടായ്മ ഉണ്ടായിരുന്നു, പലയിടങ്ങളിലും പ്രശ്നങ്ങളും സംഘർഷവും സംഘടനയൊക്കെ ആയിരുന്നു. ഇന്ന് ആ കൂടായ്മയില്ല, അങ്ങനെ ഒരു ക്യാപ്ഷൻ്റെ ആവശ്യമൊന്നുമില്ല. ഇന്ന് കൂട്ടായ്മ തന്നെയാണ്. ആ കൂട്ടായ്മ ഒന്നുകൂടി പരിപോഷിപ്പിച്ച്, ഞാൻ എടുത്തെടുത്ത് പറയുന്നു, അടിപരയിട്ട് പറയുന്നു, എല്ലാവരെയും സഹകരിപ്പിച്ചുകൊണ്ട് വികസനം മുന്നേറ്റം, അത് പ്രത്യേകമായി എഡ്യൂക്കേഷൻ രംഗത്ത് ഇതൊരു എഡ്യൂക്കേഷണൽ ഹബ്ബാണ്. ഇപ്പം ഈ നാദാപുരം, പ്രത്യേകിച്ച് തൂണേരി ബ്ലോക്ക് പഞ്ചായത്ത് പരിധി എന്ന് പറയുന്നത് കൂടുതൽ വിദ്യാഭ്യാസ സാധ്യതകൾ ഒരുക്കി ഈ മേഖലയിൽ വരും തലമുറക്ക് കൂടി ഉപയോഗപ്പെടത്തക്ക രീതിയിൽ ഏറെ ദീർഘദൃഷ്ടിയോടുകൂടിയുള്ള പദ്ധതികൾ എല്ലാവരും ആലോചിച്ച്, ഞാൻ ഒറ്റക്കെടുക്കുന്ന തീരുമാനമല്ല, ഒരു കൂടിയാലോചനയുടെ ഭാഗമായി എല്ലാവരും സഹകരിപ്പിച്ചുകൊണ്ട് ബൃഹത്തായ നിരവധി പദ്ധതികൾ നമ്മുടെ സങ്കല്പത്തിലുണ്ട്. ഒരു മുതിർന്ന ജനപ്രതിനിധി എന്ന നിലയിൽ വരുന്ന യുവതലമുറയ്ക്ക് വേണ്ടിയിട്ട് കൊടുക്കാവുന്ന ഒരു ഉപദേശം എന്താണ്? ഈ പുതിയ യുവതലമുറയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്ത ഒരു സംഭവം, അവർ പൊതുപ്രവർത്തന രംഗത്തോ പൊളിറ്റിക്സിലോ സജീവില്ല എന്നുള്ളതാണ്. അപ്പം അരാഷ്ട്രീയവും അതേപോലെ ന്യൂ ജനറേഷൻ്റെ കൺസെപ്റ്റും നമ്മെ സംബന്ധിച്ചിടത്തോളം പൂർണ്ണമായി നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്തതാണ്. അവരുടെ ഭാവനയും സങ്കല്പങ്ങളോടൊപ്പം തന്നെ ഈ സാമൂഹ്യ രംഗത്ത് പ്രവർത്തന സജ്ജമായിരുന്ന ഒരു സന്നദ്ധ വിഭാഗത്തെ വാർത്തെടുക്കാൻ കഴിയണം. അവർ പഠനത്തിൽ മികവ് കാണിക്കുന്നുണ്ട്, മറ്റെല്ലാ കാര്യങ്ങളും മുന്നിലാണ്. പക്ഷേ സാമൂഹിക പ്രതിബദ്ധതയുടെ കാര്യത്തിൽ
പുതിയ തലമുറ പഴയ തലമുറയെ അപേക്ഷിച്ച് കുറച്ച് മോശമാണ്. സംഘാടനം, പ്രവർത്തനം, അതേപോലെ ഈ കൂട്ടായ്മ ഇതൊന്നല്ല, സെൽഫിസ്റ്റുകളായി മാറിപ്പോകുന്നു എന്നുള്ള ഒരു സംശയമുണ്ട്. അപ്പം മുമ്പ് അങ്ങനെയല്ല, എല്ലാവരും സാമൂഹ്യ ബന്ധങ്ങളും പ്രതിബദ്ധതയും ഒക്കെ വെച്ച് പുലർത്തിയെടുക്കുക. ഇന്ന് ഒരു ഞാൻ അവരെ കുറ്റപ്പെടുത്തുന്നില്ല, അവർ ചെയ്യുന്ന കാര്യങ്ങൾ തെറ്റാണെന്ന് ഞാൻ പറഞ്ഞു. അന്നത്തെ കാലം തമ്മിൽ വ്യത്യാസമുണ്ട്. അന്ന് പരസ്പരം ആശ്രയിച്ച് മാത്രമേ ജീവിക്കാൻ കഴിയുള്ളൂ. ഇന്ന് ഓരോരുത്തരും സ്വയം പര്യാപ്തരാണ്. അതിൻ്റെ ഒരു മാറ്റം കാണുന്നുണ്ട്. അതുകൊണ്ട് സാമൂഹിക ബന്ധം, പരസ്പര സ്നേഹവും ബഹുമാനം ഇതൊക്കെ കുറഞ്ഞു വരികയാണ്. അത് ഒക്കെ ഒഴിവായി ഒരു നല്ല ലോകം, ഒരു നല്ല നാളെ സൃഷ്ടിക്കാൻ പൊതു വേദികളിലേക്ക് യുവാക്കളെ കൈപിടിച്ചുയർത്തിക്കൊണ്ടുവന്ന് അവരെ കൂടി മുഖ്യധാരയിലേക്ക് കൊണ്ടുവരണം എന്നതാണ് എൻ്റെ ആശയം. ഒരുപാട് നന്ദി സർ. ഓക്കെ, സമയം നമ്മളോട് കൂടി ചെലവഴിച്ചതിന്. മീഡിയ വിഷന്റെ എല്ലാ പ്രേക്ഷകർക്കും നമസ്കാരം. ഓക്കെ, താങ്ക് യു.